ISL തുടങ്ങാൻ വെറും 11 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മെയിൻ സ്പോൺസറെ തിരഞ്ഞു നടക്കുന്ന അവസ്ഥയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് ടയർ ലീഗായ ISLന്റെ അവസ്ഥ. ഒടുവിൽ ആശ്വാസമായി ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കർണാടകയുടെ പാലുൽപ്പന്നങ്ങളുടെ ബ്രാൻഡായ നന്ദിനി ഇനി ISLന്റെ സ്പോൺസർ ആയേക്കും. അതുപോലെ ബ്ലാസ്റ്റേഴ്സിനും നിലവിൽ പുതിയ ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബൈജൂസിന് ശേഷം പുതിയ ടൈറ്റിൽ സ്പോൺസറിനായി തിരഞ്ഞു നടക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സും. ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിട്ടും ഇന്ന് ISL ക്ലബ്ബുകൾ വമ്പൻ ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തുമെന്ന് വ്യക്തമാക്കുകയാണ് മാർക്കസ്. ISLന് ഇന്ന് ക്ലബ്ബുകൾ സ്ക്വാഡ് ലിസ്റ്റ് സമർപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ വമ്പൻ നീക്കങ്ങൾ ഇന്ന് അവസാനത്തോടെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സോ അതിലൊന്നു തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലും നടക്കാൻ പോകുന്നത്. കുറെ നാളത്തെ റൂമറുകൾക്ക് ശേഷം പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് മോഹൻ ബഗാനിലേക്കും പകരം മോഹൻ ബഗാന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദീപക് താങ്കിരി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിലേക്കും വമ്പൻ സ്വാപ്പ് ഡീൽ നടക്കുമെന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ പ്രീതം സഹൽ സ്വാപ്പ് ഡീൽ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാണെങ്കിലും പ്രീതത്തിനു പകരം ദീപക് താങ്കരി വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായിരിക്കും. കാരണം ഫിസിക്കൽ പ്ലേക്ക് പറ്റിയ താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് പുറമെ സെന്റർ ബാക്കായും കളിക്കും. കൂടാതെ ഗോൾ സ്കോറിങ്ങിനും കഴിവുള്ള താരവും കൂടി ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ നീക്കം ഗുണകരമാണ്. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. അതുപോലെ ഒടുവിൽ പെപ്ര സുത്തീരിയോ റൂമറുകൾക്ക് മാർക്കസ് അടിവരയിട്ടിരിക്കുകയാണ്. മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം പെപ്രയും സുത്തീരിയോയും എവിടെയും പോകുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ 6ാമത്തെ വിദേശ താരമായി പെപ്രയും 7ാമത്തെ വിദേശ താരമായ സുത്തീരിയോയും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും. ഇനി ആരെ ISL രജിസ്റ്റർ ചെയ്യുമെന്ന് നോക്കിയാൽ മതി. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.